ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈസി സൂപ്പർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. ഇത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന ഈ സാധനം കൊണ്ട് നമുക്ക് അടിപൊളി നല്ല കറുമുറ കുറുക്കുറ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്കവട കൊക്കവട എന്നൊക്കെ പറഞ്ഞ മാതിരി നല്ല അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ പുതുതായിട്ട് വന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഓളൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കട്ടോ. ഇത് നമുക്ക് മയോണൈസിലോ ടൊമാറ്റോ സോസിലോ ഒന്നുമില്ലാതെ കഴിക്കാനാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും കൂട്ടാതെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് 2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏത് അരിൻ്റെ ചോറായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ ബാക്കി വന്നിട്ട് ചിലപ്പോഴൊക്കെ നമ്മളെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചോറൊന്നല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി വെച്ച ചോറിന് 2 കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1/4 കപ്പിന് മതി കേട്ടോ. വെള്ളം ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ചോറൊന്ന് നല്ലോണം പേസ്റ്റായി അരിഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേമാതിരിയൊക്കെ ചോറൊക്കെ ബാക്കി വന്നത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു നല്ലൊരു സ്നാക്സാക്കി മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചോറ് അങ്ങോട്ട് പോയിക്കോളും. പിന്നെ അതിലേക്ക് 1 കപ്പ് കടലമാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു 3 കുഞ്ഞു സവാളയായിരുന്നു കേട്ടോ. വലിയതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ 2 തണ്ട് മല്ലിൻ്റെ ഇല അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കണം. കൈ കൊണ്ട് തന്നെ മിക്സാക്കി കൊടുക്കട്ടോ. ചോറായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കണമൊക്കെ മാതിരി തോന്നും. അപ്പോൾ നമുക്ക് കയ്യിൽ ഇത്തിരി എണ്ണ തൂവി കൊടുക്കുക, വെള്ളമാക്കി കൊടുക്കുക, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഇതിങ്ങനെ നല്ല ഒട്ടിപ്പിടിക്കുന്നുണ്ട്, ഉണ്ടാക്കിയാൽ ശരിയാവൂല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക രൂപം തന്നെ മാറിപ്പോവും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തത് എന്നൊന്നും ഒരിക്കലും ഒരാൾക്കും മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ പറയാതെ ഒരാൾക്കും മനസ്സിലാവില്ല. ഞാൻ വീട്ടിൽ ഇതുണ്ടാക്കിയിട്ട് മക്കളോടൊക്കെ ചോദിച്ച് ഞാൻ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയാമോ എന്നിട്ടാ. അപ്പോൾ അവർക്ക് ആർക്കും മനസ്സിലായില്ല. അവർ അരിപ്പൊടി പലതും പറഞ്ഞിട്ടോ, മൈദപ്പൊടി റവ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഇതാണ് ചോറാണ് സംഭവം എന്ന് ഒരാളും പറഞ്ഞില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിത് 1 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇത് ചിക്കനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇനി തിളച്ച എണ്ണയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മാവക്ക്. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ പൊരിക്കുമ്പോൾ എണ്ണ ഒന്നും അധികം കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കൊന്നുമില്ല. അല്ലെങ്കിലും ഈ മാവ് അധികം എണ്ണ കുടിക്കൂല കേട്ടോ. നമ്മൾ ഒഴിച്ച് കൊടുത്ത എണ്ണ അതേപോലെ തന്നെ നമുക്ക് ചട്ടിയിലുണ്ടാവും. ചോറായിട്ട് ഉണ്ടാക്കിയതാണെന്ന് വെച്ചിട്ട് എണ്ണ വലിച്ചെടുക്കുക, എണ്ണ കുടിക്കുക അങ്ങനെയൊന്നുമില്ല. ഇനി നമ്മൾ സാധാ കൊക്കവട ചില സ്ഥലത്ത് കൊക്കവട എന്ന് പറയും, ചില സ്ഥലത്ത് പക്കവട എന്ന് പറയും. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ ഇതിനിപ്പോഴും എന്താ പറയുക എന്നുള്ളത്. ഇവിടെയൊക്കെ കടയിൽ കൊക്കവട എന്ന് പറയില്ല. നമ്മൾ പിന്നെ അധികം കടയിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങലില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കൽ തന്നെയാണ്. നമ്മൾക്ക് ആ വാങ്ങണ പൈസ കൊണ്ട് അതിൻ്റെ ഇരട്ടി സാധനങ്ങൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ. പുറത്തുള്ളതിൽ അധികം ടേസ്റ്റിൽ നമുക്ക് എനിക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കൊക്കവടയൊക്കെ വലിയ ഇഷ്ടമാവില്ല കേട്ടോ. നല്ല മാവുമായിട്ട് ഒരു ഉണ്ട സൈസിലൊക്കെ കഴിക്കാറ് കിട്ടൽ. അപ്പോൾ എനിക്ക് അതിനോട് വലിയ ഇഷ്ടമില്ല. എനിക്ക് ഇങ്ങനെ കുഞ്ഞതാക്കി ഇങ്ങനെ പൊരിച്ചിട്ട് ഇടാനാണ് ഇഷ്ടം. നമുക്കിത് എണ്ണയിൽ എത്ര വേണമെങ്കിലും നുള്ളിയിടാം കേട്ടോ. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മളിങ്ങനെ ഇതായിട്ട് നമ്മളിപ്പോൾ ഈ ഇളക്കണ കയ്യിലേറ്റൊന്നും ഇങ്ങനെ
സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലതും അല്ലി വേറെ 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 ആയിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്യും, ഒരുപാട് ടൈമോ ഒന്നും വേണ്ട. പക്ഷെ ഇത് നമുക്ക് നല്ല തൊണ്ടയിലത്തെ കിച്ച് കിച്ച് ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചുവന്ന് വരും കേട്ടോ. നല്ല കറുമുറാന്നായിട്ട് വരും. നമ്മളിതിങ്ങനെ പൊരിച്ചിടുമ്പോൾ തന്നെ ഇതിൻ്റെ മണമൊക്കെ കേട്ടിട്ട് മക്കൾ എടുത്തുണ്ടാവാൻ തുടങ്ങും കേട്ടോ. നമുക്ക് പിന്നെ ലാസ്റ്റ് ഞാനൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച മര്യാദക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം കൊടുത്തു. അല്ലെങ്കിൽ എനിക്ക് തമ്പനയിൽ ഇടാനൊന്നും സാധനം ബാക്കി കിട്ടൂലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റാണ്. മക്കൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് നല്ല ഇഷ്ടമാവും. നമുക്കും തന്നെ ഇതിങ്ങനെ പൊരിച്ചിടുമ്പോൾ തന്നെ ഇങ്ങനെ കറുമുറ എന്ന് കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ കണ്ടില്ലേ, ഇത് ഇട്ടപ്പോൾ തന്നെ പകുതി ഒന്നും കാണാനില്ല കേട്ടോ. മക്കൾ എടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് കിട്ടൂല. അവർ പ്രായപ്പം അതല്ലേ, നമ്മളെന്തെങ്കിലും പൊരിച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മണമൊക്കെ കേട്ടിട്ട് നമ്മളും പണ്ട് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ. നമ്മളമ്മമാരൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മളും അടുക്കളയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ, എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ നമ്മൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കണം മക്കൾ തന്നെ അല്ലേ. എന്നാൽ നമ്മൾ അതൊക്കെ ഒരു കാലമാണല്ലേ, നമ്മൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മളെ സുവർണ്ണ കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ശരിയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് അനുഭവമാണ്. ഇപ്പം എനിക്ക് ഉമ്മ ഇല്ല കേട്ടോ. ഉമ്മ ഇതൊക്കെ ഇല്ലാത്തവർക്ക് അതിൻ്റെ ഫീലിങ്സ് ശരിക്കും മനസ്സിലാവും അതൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ബാക്കി എല്ലാതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരുപാട് ഇട്ട് കൊടുക്കുക. നമ്മൾ എണ്ണ കുടിക്കുന്നുള്ള പേടിച്ചിട്ട് ഇട്ട് കൊടുക്കാതിരിക്കൊന്നും വേണ്ട. എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുമില്ല, വെറുതെ നമ്മൾ വേസ്റ്റാക്കി കളയണ്ടല്ലോ. തോനെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പൊരിക്കാൻ ആവശ്യമുള്ള എണ്ണ എടുക്കുക. നമ്മൾ ഈ പൊരിച്ച കടിയൊക്കെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഉണ്ടാക്കി പിന്നെ ആ എണ്ണ ഉപയോഗിക്കാൻ കഴിയൂല എന്തായാലും. അപ്പോൾ നമ്മൾ അതിന് നോക്കി കണ്ടിട്ടൊക്കെ ഇതാക്കുക. ഞാൻ പിന്നെ അതിൽ തന്നെ 2 തണ്ട് കരിവേപ്പിൻ്റെ എല്ലാം പൊരിച്ചെടുത്തേക്കാണ്ട് ഊരി ഇട്ടെടുക്കണം കേട്ടോ. ഞാൻ കരിവേപ്പിൻ്റെ എല്ലാം ഇങ്ങനെയാണ് ഒന്നാകണ്ട് പൊരിച്ചെടുക്കും, എന്നിട്ട് അതിൻ്റെ തണ്ടുമൊന്ന് ഊരി കൊടുക്കാനാണ് എളുപ്പം. അല്ലാന്നുണ്ടെങ്കിൽ കുറേ അതിൽ ചറപറ പരന്ന് കിടക്കണക്കാണ്ട് നല്ലത് ഇങ്ങനെ ആക്കിയെടുത്താൽ പെട്ടെന്ന് എളുപ്പമാണ്. ഇപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളി പക്കവട റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറയണം കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും നിങ്ങൾ പറയണത് ഉണ്ടാക്കി നോക്കിയിട്ട് കേട്ടോ. അത് ചോറാണെന്നൊന്നും ഒരിക്കലും മനസ്സിലാവില്ല. ഇനി ഇതിലേക്ക് നല്ലൊരു പാൽച്ചായയും കൂടി ഉണ്ടാക്കണം, ചൂടോടെ നല്ല പതമുള്ള പാൽച്ചായ കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, നല്ല പതമുള്ള. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടില്ലേ, കടയത്തെ ചായ എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ, പീടിയ ചായ. അപ്പോൾ ഇതാ ഞാൻ നല്ല കടുപ്പത്തിൽ പാൽച്ചായ ഉണ്ടാക്കി എടുത്തിക്കണം കേട്ടോ. പിന്നെ അതാ നമുക്കിതിലേക്ക് സോസോ മയണൈസോ എന്ത് വേണമെന്നുണ്ടെങ്കിലും കൂട്ടിയിട്ട് ഉപയോഗിക്കുക. പക്ഷേ എനിക്ക് ഒന്നും ഉപയോഗിക്കാതെ വെറുതെ ഇതിങ്ങനെ കറുമുറാച്ചിട്ട് കടിച്ച് തിന്നാനാണ് ഇഷ്ടം. നല്ല ടേസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളിഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.